ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ദാ ടീച്ചർ ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒന്നാം ക്ലാസ്സിലെ മക്കൾക്ക് ആനുവൽ എക്സാം ഇങ്ങ് എത്തി നിൽക്കുകയാണല്ലേ. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അപ്പോൾ ദാ ടീച്ചർ ഇന്ന് മക്കൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് തയ്യാറാവേണ്ടത് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് വരാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ കൂട്ടുകാരുടെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മക്കൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. മക്കൾക്ക് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ വരിക ലിസൺ ആൻഡ് ഡ്രോ അല്ലെങ്കിൽ ലിസൺ ആൻഡ് കളർ ദി പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പൊ അതിൽ എന്താ മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടായിരിക്കും, ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരികയായിരിക്കും ചെയ്യുക കേട്ടോ. അപ്പൊ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് അതുപോലെ എന്ത് ചെയ്യുക, മക്കൾക്ക് തന്നിട്ടുള്ള പിക്ചറിൽ കൂടുതൽ കാര്യങ്ങൾ വരച്ച് ചേർക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചർ ഏതെങ്കിലും ഒരു പിക്ചറിന് ഇന്ന നിറം നൽകണം എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ കളർ നൽകുക. അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു ആക്ടിവിറ്റി കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കുക മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ തരികയാണ്. അവിടെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു പിക്ചറാണ്. ഒരു ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ആ ട്രീയുടെ അടുത്തായിട്ട് ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ, ഒരു ചെടി ഉണ്ട്. ആ ചെടിയിൽ എന്തുണ്ട്, ഒരു പൂവുണ്ട്. ഇങ്ങനെ ഒരു പിക്ചർ തരിക കേട്ടോ. ഇതുപോലെ എല്ലാ മക്കൾക്ക് നല്ല മനോഹരമായിട്ടുള്ള നല്ല ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് തരാനുള്ള സാധ്യതയാണുള്ളത് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അതാ ടീച്ചർ ഇപ്പോൾ ഒരു പിക്ചർ വരച്ചു അല്ലേ. ഒരു ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലവറിന്റെ പിക്ചർ ഉണ്ട് അല്ലെ, ഒരു പ്ലാന്റും ഉണ്ട് അവിടെ. എന്നിട്ട് മക്കളുടെ ടീച്ചർ പറയാണ് ആ ഒരു ട്രീക്ക് ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് പറയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ആ ട്രീക്ക് ടീച്ചർ പറയുന്നത് ഗ്രീൻ ആണെങ്കിൽ ഏത് കൊടുക്കണം, ഗ്രീൻ തന്നെ വേണം കൊടുക്കാനായിട്ട്. അല്ലാതെ പിക്ചർ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള പിക്ചർ ടീച്ചർ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറം നൽകാനായിട്ട് പാടില്ല കേട്ടോ. ടീച്ചർ ഏത് നിറമാണോ പറയുന്നത്, എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ മക്കള് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ആ മരത്തിന് മക്കള് പച്ച നിറം നൽകി. അത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പറയാണ് ആ ഒരു ഫ്ലവറിന് റെഡ് കളർ കൊടുക്കാനായിട്ട് പറയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു ഫ്ലവറിന് റെഡ് കളർ തന്നെ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഇത്തരത്തിൽ എന്ത് തരും, നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ട് ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിൽ നിറം നൽകാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ വരച്ചു ചേർക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക മക്കള് അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പൊ നമുക്കുള്ള ഒരു പ്രവർത്തനം എന്താണ്, ലിസൺ ആൻഡ് ഡ്രോ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. അത് നമുക്ക് എന്തായാലും യൂസ് ആവേ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആയിരുന്നു. ഓക്കെ മക്കളെ, ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമുക്കിപ്പം ഹൈസ്കൂൾ അറ്റാച്ച്ഡ് എൽ പി ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ ആനുവൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതേ രീതിയിൽ ലിസൺ ആൻഡ് ഡ്രോ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തന്നിട്ടുള്ള പിക്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ടിന്റെ ചാപ്റ്ററിലെ ഓർമ്മയില്ലേ, നമ്മുടെ സിയെയും അതുപോലെ തന്നെ ആ ബോയിനെയൊക്കെ ഓർമ്മയില്ലേ. അപ്പൊ അവര് രണ്ടുപേരുള്ള ഒരു പിക്ചർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ സിയെയും അതുപോലെ തന്നെ നമ്മുടെ ബോയും ഉണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റോബോട്ടിലെ വീൽചെയർ ആയിട്ട് നിൽക്കുന്ന റോബോട്ടും അങ്ങനെ വീൽ ചെയറിന്റെ മുകളിൽ നമ്മുടെ ബോയ് ഇരിക്കുന്ന രീതിയിൽ അത് നോക്കി നിൽക്കുന്ന സിയയുടെ ഒരു പിക്ചർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ബോയ് ഇട്ട ഹാറ്റിന് നിറം നൽകാനൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത്തരത്തിലായിരുന്നു നമുക്ക് ഈ വർഷം തന്നെ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതേ രീതിയിൽ മക്കൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും നമുക്ക് തരേണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് വരാം. അടുത്തത് മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിലും ഫസ്റ്റ് ടേം എക്സാമിലും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു പ്രാവശ്യം നമുക്ക് വെഹിക്കിൾസ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനായിട്ട് വന്നിട്ടില്ലായിരുന്നോ? മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആനിമൽസ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആനിമൽസ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് വരിക എന്ന് വെച്ചാൽ അവിടെ മക്കൾ എന്ത് ചെയ്താൽ മതി, വിട്ടുപോയിട്ടുള്ള കുറച്ച് വേർഡ്സോ അല്ലെങ്കിൽ കുറച്ച് സെന്റൻസോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവിടെ നമുക്ക് മിക്കപ്പോഴും യൂസ്ഫുൾ ആവുക ആനിമൽസിന്റെ സൗണ്ട്സ് ഒക്കെയാണ് കേട്ടോ.
ആനിമൽസിന്റെ സൗണ്ട്സ് നമ്മൾ പഠിച്ചില്ലേ? പ്രധാനമായിട്ടും നമ്മുടെ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ആനിമൽസിന്റെയും സൗണ്ട്സ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. നമ്മൾ സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറായിട്ടുള്ളതാണല്ലേ അതൊക്കെ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ആനിമൽസിന്റെ പേരും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സും പഠിച്ചിരിക്കുക കേട്ടോ. അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കോൺവെർസേഷനോ അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ്ങോ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. പിന്നെ മക്കൾക്ക് ഒരു കോൺവെർസേഷൻ വരാൻ സാധ്യതയുള്ളത് ടീച്ചർ പറഞ്ഞല്ലോ, ഈ അടുത്ത് തന്നെ നമുക്കൊരു ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഹൈസ്കൂളിൽ. അപ്പം അവിടെ നമുക്ക് ചോദിച്ച കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിയെയും അതുപോലെ തന്നെ സി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ റോബോട്ട് എന്ന് പറയുന്ന യൂണിറ്റിലല്ലേ, ആ ചാപ്റ്റർ ഇല്ലേ റോബോട്ടിന്റെ, ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു കേട്ടോ. ആരെന്താന്ന് വെച്ചാൽ നമ്മുടെ സി എന്ത് ചെയ്തു, ആ ബോയ്ക്ക് റോബോട്ടിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ റോബോട്ട് എന്ത് ചെയ്തു, എന്ത് സഹായം വേണമെങ്കിലും ആർക്ക് ചെയ്യും, നമ്മുടെ ബോയ്ക്ക് ചെയ്യൂ അല്ലേ. ആ റോബോട്ട് വീൽ ചെയർ ആയിട്ട് മാറി. അവൻ എന്ത് ചെയ്തു, ആ വീൽ ചെയറിൽ അവൻ എന്ത് ചെയ്തു, വീട്ടിലോട്ട് പോയി, അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്തു, അമ്മ നമ്മുടെ ബോയിയെ കണ്ടു അല്ലെ, അവൻ എവിടെ ഇരിക്കുകയാണ്, വീൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ടു. ആ സമയത്ത് നമ്മുടെ മമ്മും അതുപോലെ തന്നെ ഈ ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അവർ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്നു. അമ്മ ആദ്യം തന്നെ കാണുന്ന സമയത്ത് നമ്മുടെ ബോയിന്റെ അടുത്ത് ചോദിക്കൂലേ, എന്താണ് ഈ സാധനം എന്ന് ചോദിക്കൂലേ. അപ്പൊ അവൻ എന്ത് പറയും, ദിസ് ഇസ് എ വീൽ ചെയർ എന്ന് പറയൂല. ആ വീൽ ചെയർ എന്ന് പറയുന്ന ഭാഗമായിരുന്നു മക്കള് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ പിന്നെ അമ്മ ചോദിക്കുന്നത്, ആരാണ് നിനക്കിത് തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്ത് പറയും, ആരാണ് അവനത് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ സി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പം അത്തരത്തിലായിരുന്നു നമുക്ക് കോൺവെർസേഷൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ റോബോട്ടിന്റെ ആ ഒരു ചാപ്റ്റർ മക്കൾ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു നമുക്ക് വന്നിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മൾ മുന്നത്തെ എക്സാമിനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതായിരുന്നു അല്ലേ. മുന്നേ നമുക്കൊരു എക്സാമിന് പാരറ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ടില്ലായിരുന്നോ. പാരറ്റിന്റെ ഒരു പിക്ചർ തന്നിട്ട് അത് കളർ ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് പോവാട്ടോ. പാരറ്റിനെ കുറിച്ചിട്ട് എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുള്ളതായിരിക്കും. നമ്മുടെ പാരറ്റിന്റെ കളറ്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കഴുത്തിൽ എന്തുണ്ട്, ഒരു റെഡ് കളർ റിംഗ് ഉണ്ട് അല്ലേ. അപ്പം ഇത്തരം പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ സി നമ്മൾ പറഞ്ഞല്ലോ, ബോയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീൽ ചെയർ റോബോട്ടിന് എന്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ അമ്മ എന്ത് ചെയ്തു, നമ്മുടെ ബോയുടെ അമ്മ എന്ത് ചെയ്തു, ഒരു ഡോള് നമ്മുടെ സിയക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് ആ ഡോളിന്റെ പിക്ചർ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പിക്ചർ കളർ ചെയ്തതിന് ശേഷം ആ ഒരു ഡോളിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിരുന്നു നമുക്ക് ഈ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, ഡോളിനെ കളർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മക്കൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അതിൽ നമ്മുടെ ഡോളിന്റെ ഐയുടെ കളർ നല്ല ബ്ലൂ കളർ ഐ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഫ്രോക്ക് ഇല്ലേ, അതിന്റെ ഡ്രസ്സിന്റെ കളർ എന്താണെന്നുള്ളതും, പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഡോളിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊറ്റയ്ക്ക് പാട്ട് പാടാനും അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കിയിട്ട് പോവുക. പാരറ്റിന് നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, അപ്പൊ അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വെഹിക്കിളിനെ കുറിച്ച് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ മുന്നേ ഉള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ വേഗം വെഹിക്കിൾ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയാം കേട്ടോ. അപ്പം ആ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ് കേട്ടോ. മാച്ച് ദി ഫോളോയിങ്ങിൽ ടീച്ചർ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ആനിമൽസും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പൊ ആനിമൽസിനെ നമ്മൾ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആനിമൽസിനെയും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സും ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ അത് മാച്ച് ദി ഫോളോയിങ് നമുക്ക് അത് വരാനാണ് സാധ്യത. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അത് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. അതായത് ഓരോ ആനിമലിനും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഫ്രോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രോഗിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ജമ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഫ്രോഗിന് ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഹണി ബി അല്ലേ, തേനീച്ചയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇറ്റ് ക്യാൻ ഫ്ലൈ അല്ലേ, അതിന് എന്ത് ചെയ്യാൻ പറ്റും, പറക്കാൻ പറ്റും. അങ്ങനെ ഓരോ ആനിമലിന്റെ പ്രത്യേകതകൾ മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പം അത്തരത്തിലായിരിക്കും നമുക്ക് മാച്ച് ദി ഫോളോയിങ് തരിക. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമോ സെക്കൻഡ് ടേം എക്സാമിനെങ്ങാനും ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ കുറച്ച് ആനിമൽസിന്റെ ഒക്കെ പേര് കൊടുത്തു, മറ്റേ സൈഡിൽ എന്ത് ചെയ്തു, അവയുടെ ഒക്കെ പ്രത്യേകതകളും കൊടുത്തു. എന്നിട്ട് ഓരോന്നും വായിച്ചിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാച്ച് ദി ഫോളോയിങ് ഒക്കെ വരികയാണെങ്കിൽ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്ക് തന്നെ മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദി ഫോളോയിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ചെയ്യുക കേട്ടോ.
ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് ആണ്. അതായത് മക്കൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സോങ് തരും, ഒരു 4 വരി 5 വരി ഒരു സോങ് തരും. എന്നിട്ട് അതിലോട്ട് കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. അപ്പം ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. മക്കൾക്ക് ടീച്ചർ പറഞ്ഞല്ലോ 4 വരി ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിലോട്ട് വീണ്ടും ഒരു 4 ലൈൻസ് ആഡ് ചെയ്യാനായിരിക്കും പറയാം കേട്ടോ. അപ്പൊ അതിൽ മിക്കപ്പോഴും ഒരു 2 അല്ലെങ്കിൽ 3 ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. അതിൽ ഒരു ലൈൻ എങ്ങാനെ നമ്മൾ മാറ്റി എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സി എയുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ സി എയും അതുപോലെ തന്നെ നമ്മുടെ ഡോളും കൂടി എന്ത് ചെയ്യാണ്, പാട്ട് പാടാണ്. അപ്പം അവർ തമ്മിലുള്ള അവർ പാടുന്ന പാട്ടാണ് മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. അതിൽ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ഡോൾ എന്ത് പറയുന്നുണ്ട്, ഐ ക്യാൻ ഡാൻസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയിട്ട് അടുത്ത സ്റ്റാൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, സിയ പാടുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഡാൻസ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ എന്താക്കിയാൽ മതി, ഐ ക്യാൻ സിങ് എന്നുള്ളത് മാറ്റി എഴുതിയാൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഈ ആഡ് മോർ ലൈൻസിലൊക്കെ കൂട്ടുകാർക്ക് മിക്കപ്പോഴും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിലാകെ 1-2 വേർഡ്സ് മാത്രം മാറ്റി എഴുതിയാൽ തന്നെ മക്കൾക്ക് മുഴുവൻ സ്കോറും മേടിക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ഇതുപോലെ ഈ ആഡ് മോർ ലൈൻസിൽ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനിമൽസും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആനിമലിന്റെ പിക്ചറും തരും. എന്നിട്ട് ആനിമൽ അതിനെ കുറിച്ച് പറയുന്ന പോലെ ആയിരിക്കും ആ ഒരു സോങ് തരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഡോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡോഗിന്റെ സൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ആനിമലിനെ കുറിച്ച് എഴുതിക്കൂടെ, കാറ്റിനെ കുറിച്ച് എഴുതിക്കൂടെ. അവിടെ ഡോഗിന്റെ സൗണ്ട് പറഞ്ഞ സ്ഥലത്ത് മാറ്റിയിട്ട് എന്ത് എഴുതാം, കാറ്റിന്റെ സൗണ്ട് എഴുതിയാൽ മതി അല്ലേ. അപ്പം എന്ത് ചെയ്യാം, ഈ ആഡ് മോർ ലൈൻസിൽ ആനിമൽസിന്റെ സൗണ്ട്സ് വെച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടൈമിന് എക്സാമിനാന്ന് തോന്നുന്നു വെഹിക്കിൾസിനെ കുറിച്ചിട്ടായിരുന്നു സോങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നും കൂടി മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ സാധ്യത ഏതൊക്കെയാണ്, ആനിമൽസിന് സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്, വെഹിക്കിൾസിന്റെ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ നമ്മുടെ സി എയും അതുപോലെ തന്നെ ഡോളൊക്കെ തമ്മിൽ പറയുന്ന രീതിയിൽ അല്ലേ, ഐ ക്യാൻ വരുന്ന രീതിയിലുള്ള ആഡ് മോർ ലൈൻസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. അപ്പൊ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഡയറി ആണ് കേട്ടോ. ഡയറി എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഡയറി നമുക്ക് ഈ പ്രാവശ്യം എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സി എയുടെ ഡയറി എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. സി എയുടെ ഡയറി എങ്ങനെയാന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഇതാണ്, നമ്മുടെ ബോയുടെ മദർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിയക്ക് ഡോളിനെ കൊടുത്തു അല്ലേ, ഗിഫ്റ്റ് ആയിട്ട് ഡോളിനെ കൊടുത്തു. അപ്പം അന്നേ ദിവസം രാത്രി നമ്മുടെ സിയ എഴുതാൻ സാധ്യതയുള്ള ഡയറി ആയിരുന്നു നമ്മുടെ അടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും മക്കളെ, ഐ എം സോ ഹാപ്പി അല്ലേ, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാര്യം എന്താണ്, ഐ ഗോട്ട് എ ഗിഫ്റ്റ് അല്ലേ, ഐ ഗോട്ട് എ ഗിഫ്റ്റ്. എന്ത് ഗിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്, എ ബ്യൂട്ടിഫുൾ ഡോൾ അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഡോളിനെ കിട്ടി. പിന്നെ ആ ഡോളിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ദി ഡോൾ ക്യാൻ ഡാൻസ് ആൻഡ് സിംഗ് അല്ലേ. ഡോളിന് എന്ത് ചെയ്യാൻ പറ്റും, ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിയും അല്ലേ. പിന്നെന്ത് പറയാം, എനിക്ക് ഒരുപാട് അതിന് ഇഷ്ടമായി എന്നൊക്കെ നമുക്ക് അതിൽ ചേർക്കാവുന്നതാണ് അല്ലേ. അപ്പം ഇത്തരത്തില് നമ്മുടെ സി എയുടെ ഒരു ഡയറി എഴുതാനായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം മുന്നേ ആണ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി സി എൻ്റെത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ചാപ്റ്റർ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് വരാം, ഡയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് കളർ ആൻഡ് മാച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് മുന്നേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിനും ഫസ്റ്റ് ടൈം എക്സാമിനും എങ്ങാനും എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിൽ കുറച്ച് സെന്റൻസും ഒരു സൈഡിൽ കുറച്ച് പിക്ചേഴ്സും തന്നിട്ടുണ്ടായിരുന്നു. ഒരു മാംഗോ, പിന്നെ അതുപോലെ തന്നെ ഒരു വെഹിക്കിളിന്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് വന്നു, എ ഗ്രീൻ മാംഗോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എവിടേക്ക് മാച്ച് ചെയ്യണം, മാംഗോയിലോട്ട് മാച്ച് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ മാംഗോയ്ക്ക് ഏത് കളർ കൊടുക്കണം, ഗ്രീൻ കളർ കൊടുക്കണം. പിന്നെ എ റെഡ് കാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാറിന്റെ പിക്ചറിലോട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് ആ കാറിന് ഏത് നിറം കൊടുക്കണം, റെഡ് എന്ന് പറയുകയാണെങ്കിൽ റെഡ് കളർ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പൊ അതേ രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരും കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് മക്കളെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. പിന്നെ നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം കുറച്ചും കൂടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, അതെല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റഗ്രേഷൻ ഡേ 1 അല്ലെ, ഉത്കൃതനം 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചാനലിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പൊ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.